എന്റെ ചേട്ടാ, നിങ്ങളുടെ കോഴി മുട്ടയിടലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കല്ലേ. കോഴിയും കൊണ്ട് ക്ലിനിക്കിലോട്ട് വാ. ആ കോഴി വണ്ടി കയറില്ലെങ്കിൽ കൊണ്ടുവരണ്ട. ഓ മുട്ട വെളിയിൽ നിന്ന് മേടിച്ചാൽ മതി, 6 രൂപയല്ലേ ആവുള്ളൂ. ഓരോരുത്തന്മാർ രാവിലെ വിളിച്ചോളൂ മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടി. കോഴി മുട്ടയിടണില്ല, പാലിന് കളർ പോരാ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആട്ടുംകുട്ടിക്ക് മുട്ട പപ്സ് കൊടുക്കാമോ. നീ എന്നാ പറ, ഞാൻ ഇവന്മാരുടെ അടുത്തേക്ക് എന്ത് പറയും? നിങ്ങൾ എന്തിനാ ഇതുപോലെ ദേഷ്യപ്പെടുന്നേ? വെറുതെ ഇതൊക്കെ ഞാൻ കേട്ടില്ലെന്ന് വെച്ചാ പോരെ. നീ അങ്ങനെ ദേഷ്യം വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കുറച്ച് യോഗയൊക്കെ ചെയ്താൽ മതി. യോഗ ചെയ്തവന്മാരി തട്ടിത്തരം പറയണൊക്കെ നിർത്തുമോ? അവര് നിർത്തണ്ട, ഇത് കേൾക്കുമ്പോ നമുക്കൊരു കൺട്രോൾ കിട്ടും. ഞാൻ നടുറോടിക്കുമ്പോഴാണ് ഇവന്മാർ വിളിക്കണമെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ദേഷ്യം വരുമ്പോ ചെയ്യേണ്ട കാര്യമല്ല യോഗ. നമ്മൾ നേരത്തെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോൾ നമുക്ക് അതൊന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യോഗ പഠിക്കണേ. അതങ്ങനെ പഠിപ്പിക്കട്ടെ? എന്നാ ചമ്രം പണിഞ്ഞിരിക്കും ഇതുപോലെ. മുട്ടൊക്കെ വേനയിട്. വേന എടുക്കട്ടെ കുറച്ച്. എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കേ. ഇങ്ങനെ പിടിക്ക. സ്റ്റഡി ആയിട്ടിരിക്കണേ, നിവർന്ന് നട്ടല് നിവർത്തി. കണ്ണടച്ചോ. ഞാൻ പറയുന്ന പോലെ തുറക്കരുത്, കള്ളത്തരം കാണിക്കരുത്. ഓക്കെ. ശ്വാസം വലിച്ചെടുത്തേ. കൂർക്കം വലിക്കാനല്ല പറഞ്ഞ, ശ്വാസം വലിക്കാനാണ്. ഉറങ്ങുകയാണോ? ഡീപ് ബ്രീത്ത്. ഇനി പതുക്കെ ശ്വാസം വിട്ടേ, പതുക്കെ. ഒന്നൂടെ പതുക്കെ ശ്വാസം വിട്ടോ. ഒന്നൂടെ പതുക്കെ ശ്വാസം വിട്ടേ. ഇനി കണ്ണുറക്കാവോ? പതുക്കെ തുറന്നോ. അയ്യോ പേടിച്ചു. എന്നെ പറ്റി മോനെ? അമ്മേ, ആ പല്ലി ചേച്ചിക്ക് എന്തായിരുന്നു ഇഷ്ടമില്ലാത്ത? പല്ലി ചേച്ചിക്ക് മോനെ ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. അമ്മേ, ആ പല്ലി ചേച്ചിക്ക് കണ്ണിനെ ഇഷ്ടം. അതെന്ത് മക്കൾ അങ്ങനെ തോന്നിയേ? അച്ഛാ, എനിക്ക് തരാതില്ലേ ഈ പല്ലി ചേച്ചിയില്ലേ കണ്ണിന് മിഠായി വാങ്ങിച്ചു കൊടുത്തിക്കുക. അതെന്തോ ഏർപ്പാട്? അതല്ല അച്ഛാ, ഞാൻ നേരത്തെയും പറഞ്ഞത് ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്. നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം. കല്ലും പുല്ലും ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ കല്ലും പുല്ലും അല്ല, കല്ലും നെല്ലും. പുല്ലും കല്ലും. ശരി, ആ കൊച്ചിനോട് ചുമ്മാ ചോദിക്കാൻ നിൽക്കണ കേട്ടോ. ഇത് വല്ല മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കുവേ. അതെ ചോദിക്കട്ടെ. മൂന്നിലായിരുന്നത് 4 7 വരുന്നത് 8 എങ്ങനെ വരുന്നേ? ആരാറിന് 3 ഇരുന്ന് എടി ഇത് 4 4 നേരെ വന്നിട്ട് 8 കയറി 8 നേരെ ഇവിടെ 26 കയറി. 3 ഞാൻ കണ്ടത്. എടാ നീ കണ്ടേലടാ? എടി പല്ലി ഒരുമാതിരി ഉടായ്പ കാണിക്കില്ല കേട്ടോ. നിനക്ക് കളിക്കാരത്തില്ല, ഇത് പറഞ്ഞാ പോരെ. എന്റെ പൊന്നു, ഇവിടെയും കള്ളത്തരം. കാരംസിലും കള്ളത്തരം, ചെസ്സിലും കള്ളത്തരം. കൊച്ചിറക്ക ദേവദോഷം നീ ഇരുന്ന് പറയാതെ. എനിക്ക് ചെസ് ഒന്നും കളിക്കാൻ അങ്ങനെ അറിയത്തൊന്നുമില്ല. നമുക്കറിയാം, കള്ളത്തരം പറയാൻ നന്നായിട്ട് അറിയാലേ. നീ നാടി എടാ എന്ത് പറഞ്ഞാലും ഞാൻ നാടി ഈ 4 തന്നെ ഇരുന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സംശയം ഉണ്ടോ നിനക്ക്? എന്തോ സംശയം ഉണ്ട്? എടി 4 ഇരുന്നിട്ടല്ലേ ഇവിടെ 8 വരാൻ പറ്റൂ? 4 വീണ് 4 ഇരുന്ന് 4 വീണാലേ 8 വരാൻ പറ്റൂ. 8 26 വരാൻ പറ്റൂ. ആര് പറഞ്ഞു? നീ ഈ പൊട്ട പറഞ്ഞ ആൾക്കാണ് നീ നോക്കുന്നേ. എടി ഞാൻ പറയുന്നത് 4 ഇരുന്ന് 4 നേരെ 8 വന്ന് 8 നേരെ ഇവിടെ 26 കയറുന്നു. കണ്ണു പൊട്ടന്മാരല്ല. പിന്നെ എന്റെ കണ്ണി എന്ത് കുരുവോ? ഞാനല്ലേ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല വീണത്. എന്താ ദൈവമേ, ഇത് ഞാൻ പറഞ്ഞ കളിച്ചത് സത്യമായ കളിയാ. വേണമെങ്കിൽ നിനക്ക് കളിച്ചാൽ അല്ല എണ്ണിച്ചു പോകും. പിന്നെ കളിക്കണോ വേണ്ടേ? സത്യമാണോ ഇല്ലെങ്കിൽ കളിക്കും, അല്ല ഇവിടെ ആരും കളിക്കത്തില്ല. മര്യാദക്ക് ഉടായ്പ കാണിക്കാൻ കളിക്കണം. എന്നാ ഞാൻ കളിച്ചോളാം. പല്ലവി, നീ എന്ത് പരിപാടി കാണിച്ചേ? നീ ആമി മോക്ക് മുട്ടായി കൊടുക്കാത്ത കണ്ണന് മാത്രം കൊടുത്തല്ലേ? അതച്ഛ ഒരു മിഠായി ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൻ കൈ നീട്ടിയപ്പോ ഞാൻ കൊടുത്തു. പിന്നെ അത് ആയുർവേദിക് മിഠായി ആയിരുന്നു, 50 പൈസയുടെ. നീ പല്ലി മിഠായി അലോപ്പതി ഹോമിയോപ്പതി അവിടെ ഇരിക്കട്ടെ. നീ എന്തുകൊണ്ട് ആമിക്ക് മുട്ടായി കൊടുത്തില്ല? എടാ അതല്ലേ അവളിപ്പോ പറഞ്ഞത്, ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളല്ലേ കുറച്ചുകൂടെ കുഞ്ഞ്. എന്റെ പൊന്നു ചേട്ടത്തെ എങ്കിൽ ഒരു അരമുറിയെങ്കിലും അവൾക്ക് കൊടുത്തൂടെ? ഇതേ ഞാൻ കുഞ്ഞല്ലേ. ഇത് സംഭവം എന്താ സംഭവം പറ. എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. ഈ പല്ലവി ആണെങ്കിൽ നമ്മുടെ കണ്ണനെ കുളിപ്പിക്കുന്നു, പല്ലി ഏൽപ്പിക്കുന്നു, ഉറക്കുന്നു, കൂടെ കിടത്തുന്നു, താരായിട്ട് പാടുന്നു. എന്നാൽ ഒരു തരി സ്നേഹം ഈ ആമ്പിടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ ഉറക്കുന്നില്ല, പല്ലി ഏൽപ്പിക്കുന്നില്ല, കൂടെ കിടത്തുന്നില്ല, ഒന്നും വിളിയുന്നില്ല. ആര് തോറ്റി? ഞാൻ ഇവിടെ പച്ചയായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ഇവിടെ ആർക്കും വിശ്വസിക്കാനും പറ്റത്തില്ല, അവരോട് വിശ്വസിക്കത്തുമില്ല. എടാ ഇറക്ക,
കണ്ണനെ ഇവള് കുളിപ്പിച്ചില്ലെങ്കിൽ അവ ഇവിടെ കുളിക്കാതെ നടക്കേ ഉള്ളൂ. പൈങ്കിളി പിന്നെ ലാളിക്കാൻ വേണ്ടി മാത്രമല്ലേ എടുക്കുള്ളൂ. ആ അത് ശരിയാ. പിന്നെ അവിടെ കാര്യം നോക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ. പിന്നെ എന്തിനാ അവളൊക്കെ ചെയ്യുന്നത്? എന്റെ ചേട്ടൻ നിങ്ങൾ എന്ത് ന്യായങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. സത്യം ഇത് തന്നെ. പല്ലവിക്ക് ആമയോട് സ്നേഹമില്ല, കണ്ണനോടാ സ്നേഹം. അത് ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്ത് അച്ചടിച്ച് ഒപ്പിട്ട് കൈ തരാം. എടാ തുരുമ്പനിയ, നിന്റെ ഈ കുത്തിത്തിരിപ്പ് സ്വഭാവം കൊച്ചു പിള്ളേർക്കെങ്കിലും കാണിക്കായിരിക്കും. എനിക്ക് അങ്ങനെ കുത്തിത്തിരിപ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വാ മക്കളെ, അച്ഛൻ വേറെ വലിയ മുട്ടായി മേടിച്ചു തരാം കേട്ടോ. എന്തൊരു സാധനമാടാ നീ? എന്ന സ്വഭാവം ഇത്? എന്റെ പൊന്നല്ലേ കരയണ്ട. അമ്മ കുളിപ്പിക്കാം കണ്ടോ? അച്ഛന്റെ സ്വഭാവം പിന്നെ എങ്ങനെയാ? കരയണ്ട, ഞാൻ കുളിപ്പിക്കുമെന്ന്. ആ എനിക്ക് എന്റെ കൊച്ചിനെ കുളിപ്പിക്കാൻ അറിയില്ല പോലും. എങ്കിലോടി പിങ്കി, നിനക്ക് കൊച്ചിനെ കുളിപ്പിക്കാറുണ്ടെന്ന് വല്ലളിയും പറയാൻ പാടില്ല. അതിന് നിങ്ങൾ എന്താ ചിരിക്കുന്നത്? കണ്ട എന്റെ കൊച്ചിനെ കുളിപ്പിക്കുന്നത്. ആ പോട്ടെ പോട്ടെ പോട്ടെ. എന്താ ഇത്? നീ ജീരകത്തിന് വെള്ളം ഒഴിക്കണം. എന്റെ കൊച്ചാണ്. മാറി ഇന്നു കേട്ടോ, ഇത് എന്റെയും കൂടെ കൊച്ചാ. മക്കളെ കുളി. പോട്ടെ എന്റെ മുത്ത് കരയണ്ട. ആ അളിയാ, അവള് കൊച്ചിനെ കുളിപ്പിക്കാൻ കണ്ടോ? ഇപ്പൊ കണ്ടാ കണ്ട്. കരയണ്ട അപ്പച്ചി, കൊച്ചിനെ എടുത്തോണ്ട് പോകാൻ നിങ്ങക്ക് വേണമെങ്കിൽ അവളെ കഴി തിന്നോളൂ. പിന്നെ കൊച്ചിനല്ലേ പിന്നെ ആ ആ ആ എന്ത് പറ്റി മുത്തേ? ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞതൊന്നും ശരിയായില്ല. എനിക്ക് കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ അറിയാം. എടി അത് ഞാൻ ആമിമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വച്ചലക്കിയതല്ലേ. ആരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണേലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ആരിവിടെ ഒന്ന് പറഞ്ഞു തരണേ? സുമേഷ് അല്ലാതെ വേറെ ആര് പറയാനാ ഇവിടെ? തുരുമ്പുണ്ട കണ്ണ. ഡേയ് ഇങ്ങോട്ട് വാ. ഇങ്ങ് വാ. ഈ കുടുംബത്തിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തോന്ന് ചെയ്യണം? കാല് പിടിക്കണോ? അതിപ്പോ ഞാൻ എന്തോ ഇത് വീട്ടിൽ പിള്ളേരാകുമ്പോൾ അങ്ങോട്ട് അടിയും വഴക്കൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം. എങ്കിലല്ലേ വീട്ടിൽ അനക്കമൊക്കെ ഉണ്ടാവത്തുള്ളൂ. നീ കൂടുതൽ അനക്കല്ലേ? ഈ പല്ലവി കണ്ണനെ കൂടുതൽ ഇഷ്ടമെങ്കിൽ എന്തോ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ലേ. ഞാൻ ചേട്ടൻ്റെ ആരാ? എന്റെ അനിയെ ആണേ. എവളാരാ? അവളനിയത്തി. പണ്ട് യവക്ക് ചേട്ടനെക്കാട്ടി ഇഷ്ടം വിജയണ്ണായിരുന്നു. ഏത് വിജയണ്ണാണ്? അയ്യം വിജയൻ. അയ്യം വിജയനൊന്നും അല്ല, ഞങ്ങളുടെ വല്യച്ഛൻ്റെ പോയി CP വിജയൻ. എടാ ചെറുക്കാ, നിന്റെ വേലത്തരോ ഒന്നും ഇങ്ങോട്ട് ഇറക്കരുത് കേട്ടോ. നീ വാങ്ങുമല്ലോ. വേലത്തരോ? എടി നീ പണ്ട് നിന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് വിജയണ്ണ നിന്റെ ചേട്ടനെന്നല്ലേ? അല്ലേ? അത് പിന്നെ ഇനി ഞാൻ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചുകൂടെ വരുത്തട്ടോ. നീ എന്തൊന്നും മിണ്ടാത്തെ? അവള് മിണ്ടത്തില്ല, കാരണം ഞാൻ പറഞ്ഞ കാര്യം സത്യം. കേട്ടോളിയാ, ഈ വിജയൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചന്ദ്രനെ പോലെ ഇങ്ങനെ പ്രകാശിച്ചങ്ങ് നിൽക്കുക. ചുമ്മാ എടാ അളിയന് വിഷമം. അങ്ങനൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അളിയന് വിഷമം എന്ന് പറയാനുള്ള അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. അളിയ വിഷമിക്കണ്ട അളിയ. എടി പെങ്കിളി, നിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഇട്ടാണ് ഉറക്കിയത്. എന്റെ ചേട്ടാ അങ്ങനൊന്നും ഇല്ല, ഇവൻ ചുമ്മാ പറയുന്നതാ. ഒന്നുമില്ല. അല്ല ഞാൻ ഇപ്പോഴാ ഓർക്കുന്നേ, നീ എന്നെ എന്താ ആരെയും പരിചയപ്പെടുത്താതിരുന്നേ? അല്ല ചേട്ടാ, അത് പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരി മോളെ, ശരിയടാ. ശരി ശരി ചേട്ടാ, നിനക്ക് സമാധാനമായല്ലോ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അളിയന് വിഷമാവും. പോയിക്കോണാണ്. ആ പൊയ്ക്കോളെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.